എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. എല്ലാവരുടെയും എതിർപ്പിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് രഞ്ജുവും ധ്യാനും വിവാഹിതരാവുകയാണ്. ധ്യാനാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാ. കാരണം രഞ്ജുവിനോടൊപ്പം നിന്നെ മതിയാവത്തുണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു പക്ഷെങ്കില് രഞ്ജുവിന്റെ ഉള്ളിൽ സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഇത്രയും കാലം ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ അവളെ മാറ്റി നിർത്തി. പക്ഷെ ഇനി അങ്ങനെ പറ്റില്ലല്ലോ. രഞ്ജു ഒറ്റക്കാലം നിന്ന് കഴിഞ്ഞപ്പോ വേറെ നിവൃത്തിയില്ലായിരുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് വിജയലക്ഷ്മി വരുന്നുണ്ട്. വിജയലക്ഷ്മി സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ വിജയലക്ഷ്മിക്കും വല്ലാത്ത വിഷമമായിപ്പോയി. പക്ഷെ കഥ അറിയാതെ ആട്ടം കാണുന്ന പറയുന്ന ഒരു അവസ്ഥയായിരുന്നു അനാർക്കലിയുടെ. അനാർക്കലിക്ക് രഞ്ജുവിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയത്തില്ല. രഞ്ജുവിന്റെ രോഗവിവരത്തെ കുറിച്ചൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ധ്യാനെ രഞ്ജുവിനെ കൂടെ ഒന്നിപ്പിക്കാനായിട്ടാണ് അനാർക്കലി ശ്രമിച്ചത്. പക്ഷെങ്കിൽ വിജയലക്ഷ്മിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയത്. വിജയലക്ഷ്മിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം ഇത്രയും കാലം ഒരാപത്തിലും പെടുത്താതെ ഇവിടം വരെ എത്തിച്ചു. ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു കുടുംബജീവിതം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രഞ്ജുവിന്റെ ആയുസ് കുറയത്തുള്ളൂ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ തന്നെ വിജയലക്ഷ്മിക്ക് തല ഇറങ്ങുന്ന പോലെ തോന്നി. പെട്ടെന്ന് അനാർക്കലി പറഞ്ഞു, അതെ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പിള്ളേരെ, നിങ്ങൾ എന്റെ കൂടെ പോരാനൊക്കെ പറയാണ്. ഇതേട്ടൻ വിജയലക്ഷ്മി പറഞ്ഞു, വേണ്ട അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാണ്. അല്ല ഇനിയിപ്പം വിജയലക്ഷ്മിക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഇതേ മരുമാനായിട്ട് ധ്യാനം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെ പറഞ്ഞാൽ മതി, ഞാൻ കൂട്ടിക്കൊണ്ട് പോക്കോളാം. ഞാൻ കുറച്ച് സമയം മാത്രം ഈ രഞ്ജുവിനോടൊപ്പം കഴിഞ്ഞിട്ടുള്ളെങ്കിലും ഇതേ എനിക്ക് എന്താളും മോളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ മോളുണ്ടായിരുന്നെങ്കിൽ ഇതേ പ്രായം കണ്ടേനും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ വിജയലക്ഷ്മിയിൽ ഒരു ഞെട്ടല ഉണ്ടാകുന്നേ. കാരണം വിജയലക്ഷ്മിക്ക് അറിയാം ആ നിൽക്കുന്ന ആരുടെ മോളാന്നുള്ള സത്യം. അത് ശരിക്കും പറഞ്ഞാല് അനാർക്കലിയുടെ മോളാണ് രഞ്ജു എന്നുള്ള സത്യം വിജയലക്ഷ്മിക്ക് അറിയാം. പക്ഷെ അത് വിജയലക്ഷ്മിക്ക് പുറത്തു പറയാൻ പറ്റില്ലല്ലോ. പിന്നീട് വിജയലക്ഷ്മി പറഞ്ഞു, ഇനിയിപ്പം നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒരിക്കലും ഞാൻ ഈ ബന്ധം അംഗീകരിക്കാനായിട്ട് പോകുന്നില്ല. അറിയാലോ ഇതെങ്ങാനും ഗോവിന്ദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇത് കേട്ടിട്ട് രഞ്ജു പറഞ്ഞു, അതെ ഗോവിന്ദനോട് ഞാൻ പറഞ്ഞോളാം. എന്റെ ഇഷ്ടത്തിനപ്പുറം ഒരിഷ്ടം എന്തായാലും ഗോവിന്ദനെ കാണത്തില്ല, എന്നോടൊപ്പം നിൽക്കത്തോളെന്ന് പറയണം. സമയം വിജയലക്ഷ്മി ധ്യാനോട് ചോദിച്ചു, ധ്യാൻ എന്താ ഇങ്ങനെ? ധ്യാനോട് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞല്ലായിരുന്നോ? എന്നിട്ട് എന്നും ചോദിക്കുകയാണ്. എന്ത് കാര്യങ്ങള് അമ്മ പറഞ്ഞാ പറയണേ. അല്ല അത് പിന്നെ വിവാഹിച്ചിട്ട് ലേറ്റ് ആയിട്ട് മതി, താമസിച്ച് മതി. അപ്പൊ എല്ലാരെയും ഒന്ന് വിളിച്ചു കൂട്ടി ആർഭാടമായിട്ട് കല്യാണം നടത്താന്നൊക്കെയല്ലേ പറഞ്ഞു വെച്ചിരുന്നേ. ഇങ്ങനെ ഒരു ഒളിച്ചോട്ട കല്യാണം നടത്താനായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ രഞ്ജു പറഞ്ഞു, വെറുതെ ധ്യാനെ കുറ്റപ്പെടുത്തണ്ട. ഞാൻ പറഞ്ഞിട്ടാ ധ്യാൻ ഇതിലേക്ക് വന്നേ. ധ്യാനിന് സമ്മതമൊന്നും അല്ലായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് ധ്യാൻ സമ്മതിച്ചാന്ന് പറയാണ്. ധ്യാനാണെങ്കിൽ വല്ലാത്തൊരു ചക്രവ്യൂഹത്തിൽപ്പെട്ട ഒരു അവസ്ഥയാണ്. കാരണം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവളെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റില്ല. ഇവളുടെ രോഗാവസ്ഥയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. അത് അതിനേക്കാളും വലിയ പ്രശ്നമാണ്. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയിലാണ് ഗീതവും ഗോന്നും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പൊ ഗീതവും ഗോന്നും കൂടെ അങ്ങോട്ട് വന്നിറങ്ങി കഴിഞ്ഞപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ നിന്ന് രഞ്ജുവും ധ്യാനും അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അപ്പൊ ധ്യാന്റെ കൈ പിടിച്ച് രഞ്ജു അങ്ങോട്ട് ഇറങ്ങി വരുന്നു. പുറകെ വിജയലക്ഷ്മിയും അനാർക്കലിയും കാർ വന്ന് നിൽക്കുന്ന കണ്ടപ്പോ തന്നെ ഒരു കാര്യം വിജയലക്ഷ്മിക്ക് ഉറപ്പായി, ഗീതവും ഗോവിന്ദങ്ങളും വന്നിരിക്കുന്നു. പെട്ടെന്ന് തന്നെ അനാർക്കലി അങ്ങോട്ട് മാറ്റുവാണ്. മാറാനും പറഞ്ഞു തള്ളി വിടുവാണ്. കാരണം വിജയലക്ഷ്മിക്ക് മനസ്സിലായ അനാർക്കലി ഇവിടെ കണ്ട പ്രശ്നമെന്നുള്ള കാര്യം. ഗോവിന്ദ് കണ്ട അതോടുകൂടി തീർന്നു. പിന്നീട് വിജയലക്ഷ്മി അവരോട് അങ്ങോട്ട് മുമ്പോട്ട് വരികയാണ്. ഒരു നിമിഷം ഗോവിന്ദ് ഞെട്ടിപ്പോയി ഈ കാഴ്ച കണ്ടതും. കാരണം അവർ രണ്ടുപേരും കൈ പിടിച്ച് വരുന്ന ആ കാഴ്ച കണ്ടപ്പോ പിന്നീട് രഞ്ജു നേരെ ഗോവിന്ദന്റെ അല്ലേക്ക് എന്നിട്ട് പറഞ്ഞു, അതെ എന്റെ ധ്യാന്റെ വിവാഹം കഴിഞ്ഞെന്ന് പറയാണ്, ഞങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞെന്ന് പറയണം. പെട്ടെന്ന് ഗോവിന്ദനെ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അതെ ഗോവിന്ദനെ ക്ഷമിക്കണം, ആ സമയത്ത് പറയാനൊന്നും പറ്റില്ല കേട്ടോ. ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കറിയാം ഗോവിന്ദേട്ടൻ ഞങ്ങളെ വിവാഹം നടത്തി തരുമെന്ന്. പക്ഷെങ്കിൽ അത് അത്ര ഇതായിട്ട് പറയാനൊന്നും പറ്റില്ല. അതൊക്കെ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറയണം. പെട്ടെന്ന് ഗീത വെച്ചു, രഞ്ജു നീ ഇത് എന്ത് പരിപാടി ചെയ്തേ? നീ എന്താ ആരോടൊരു വാക്ക് പോലും ചോദിക്കാത്തെ? നീ അമ്മയോട് ചോദിച്ചോ അല്ലെങ്കിൽ ഗോവിന്ദനോട് ചോദിച്ചോന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ അതങ്ങനെ ആരോടും ചോദിക്കാനൊന്നും ആ സമയത്ത് പറ്റിയില്ല. എല്ലാം പെട്ടെന്നുള്ള കാര്യമായിരുന്നു പറയണം. തീർച്ചയായിട്ടും ഗോവിന്ദന് സങ്കടം അടക്കാൻ പറ്റിയില്ല. ഗോവിന്ദ് പറഞ്ഞു, രഞ്ജു നീ ഇത് എന്ത് പരിപാടിയെ കാണിച്ചേ? ഇതേ നിങ്ങളുടെ കല്യാണം നടത്തി തരില്ലെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. കല്യാണം നടത്തി തരാന്ന് പറഞ്ഞില്ലേ? പിന്നെ എന്തിനു വേണ്ടിയാ നീ ഇങ്ങനെ സാഹസത്തിന് മുതിർന്നേന്ന് ചോദിക്കാം. അത് പിന്നെ ഗോവിന്ദേട്ടാ എനിക്ക് എന്തായാലും ഒരു അഡ്രസ്സ് വേണം. എനിക്കിനി അറക്കൽ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇത് മാത്രം ഒരു പോംവഴി കണ്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ വഴി തെരഞ്ഞെടുത്തതെന്ന് പറയാണ്. ഇതോടെ ഗോവിന്ദ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇനി എന്താണ് കല്യാണം കഴിഞ്ഞു ഒരു 3-4 മാസത്തേന് നിങ്ങൾ രണ്ടുപേരും കൂടെ മാറി നിൽക്കുക, അകന്ന് നിൽക്കുക. അതിനുശേഷം ആർഭാടമായിട്ട് വിവാഹമൊക്കെ നടത്തിയതിനു ശേഷം നമുക്കൊരു തീരുമാനം എടുക്കാന്ന് പറയാം. ഇത് കേട്ടൻ വിജയലക്ഷ്മി പറഞ്ഞു, അത് ശരിയാ, അങ്ങനെയാണെങ്കിൽ അതിനുശേഷം മതി. ഒരു കാര്യം ചെയ്യാം, തൽക്കാലത്തേക്ക് മോളെ എന്നോടൊപ്പം വരാൻ രഞ്ജുനോട് പറയാണ് വിജയലക്ഷ്മി. എൻ്റെ കൂടെ ഒന്ന് താമസിക്കുക, ധ്യാൻ ജോലി സ്ഥലത്തേക്കും പോട്ടെ.
ഗീത പറഞ്ഞു, അത് ശരിയാ, അതാ നല്ലത്. ആൾക്കാരെയൊക്കെ വിളിച്ചു കൂട്ടി നല്ലൊരു കല്യാണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജു പറഞ്ഞു, വേണ്ട, അത് പറ്റില്ല എന്ന് പറയണ. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഞാൻ എന്താണേലും അങ്ങോട്ട് ചെമ്പശ്ശേരിയിലേക്ക് വരുന്നില്ല. ഏ വരുന്നില്ലേ? നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെമ്പശ്ശേരിയിലേക്കും ഇല്ല, അറക്കൽ വീട്ടിലേക്കും ഇല്ല. ഇനിയിപ്പൊ എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് ധ്യാനോടൊപ്പം ആയിരിക്കും എന്ന് പറയണ. അതെ, ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ മോളെ എന്ന് ഗോവിന്ദൻ ചോദിക്കുക. അതെ, ഈ കാര്യത്തിൽ മാത്രം ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. എനിക്ക് അനുസരിക്കാൻ പറ്റില്ല. എനിക്ക് ധ്യാനോടൊപ്പം ഒരു ജീവിതം വേണം. നിങ്ങൾ എല്ലാവരും എന്തിനാ എന്നെ ഇങ്ങനെ എതിർക്കുന്നേ? എനിക്കെന്താ വല്ല മാറാരോഗം വല്ലതും ഉണ്ടോ? അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും അസുഖമുണ്ടോ? അതാണ് ഞങ്ങളെ ഇങ്ങനെ മാറ്റി നിർത്താൻ ശ്രമിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒന്നുമല്ലെങ്കിലും ഒരസുഖമുള്ളതാണോ അതൊക്കെ ഓർത്ത് ഇനി വിജയലക്ഷ്മി എല്ലാവരും ഞെട്ടുവാണ്. അറിയാതെ അവളുടെ നാവിൽ വന്ന കാര്യമാണെങ്കിലും പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ വല്ലാത്തൊരു ടെൻഷന്. എന്താ എല്ലാവരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ മിടിച്ചു നോക്കുന്നേ? ഞാൻ ചോദിച്ച സത്യമല്ലേ? ഇനി എന്തേലും അങ്ങനെ രോഗം വല്ലതും ഉണ്ടോ എനിക്ക്? അതോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും കാരണമാണോ? എനിക്കിനിയിപ്പോ ആയുസ് കുറവാന്നോ മറ്റോ ആരും പറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഉടനെ മരിച്ചു പോകുന്നെങ്ങനെ പറഞ്ഞിട്ടാണോ എന്റെ കല്യാണം നടത്താൻ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നതെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് വിജയലക്ഷ്മി, മോളെ നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കാം. അല്ല, ഞാൻ നോക്കിയിട്ട് അതൊക്കെ കാരണങ്ങളുള്ളൂ, വേറെ റീസൺ ഉള്ളതെന്ന് ആയിട്ട് എനിക്കറിയില്ല എന്ന് പറയാണ്. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, മോളെ നീ ഇങ്ങനൊന്നും പറയരുത്. പിന്നെ എങ്ങനെ പറയണമെന്നാ? ഞാൻ എത്ര ആഗ്രഹിച്ചാന്നറിയാവോ ഈ കല്യാണം നടന്നെ. പെട്ടെന്ന് ഗീതുവിന് തോന്നി ഇത് ശരിയാകത്തില്ല, രംഗം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുള്ളൂ. ഗീത പെട്ടെന്ന് രഞ്ജുവിന്റെ അടുത്തേക്ക് എന്നിട്ട് രഞ്ജുവിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ്. അതെ, ഞാൻ പറഞ്ഞ നിനക്ക് വിശ്വാസമില്ലെന്ന് വെക്കും. അത് പിന്നെ അതെ, ഇപ്പോഴെന്താണെങ്കിലും നിങ്ങൾ മാത്രമല്ലേ അറിഞ്ഞിട്ടുള്ളൂ. അമ്മയ്ക്ക് ഒത്തിരി ആഗ്രഹം കാണത്തില്ലേ? എല്ലാവരും അറിഞ്ഞു. അതുപോലെ തന്നെ ഇതേ ഗോവിന്ദനാളുടെ മനസ്സിൽ ഒത്തിരി ആഗ്രഹങ്ങൾ കാണും. എല്ലാവരും അറിഞ്ഞിട്ടൊരു കല്യാണം നടത്തണം എന്നൊക്കെയുള്ളേ. അപ്പൊ പിന്നെ നിങ്ങളിങ്ങനെ ഒളിച്ചോടുമെന്ന് കല്യാണം കഴിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ എത്രമാത്രം വേദന ഉണ്ടാക്കും ഗോവിന്ദന്റെ. കാരണം ഗോവിന്ദന്റെ പെങ്ങളും കൂടി അല്ലേ രഞ്ജു. അപ്പൊ ഇങ്ങനെ ഒരു ഒളിച്ചോട്ട കല്യാണം നടത്തിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെ മുന്നിൽ ഒരു വില ഉണ്ടാവുമോ? അതുകൊണ്ട് പറയുന്ന അനുസരിക്ക് ഗോവിന്ദന് പറയുന്ന അനുസരിക്കാൻ പറയണം. പക്ഷെ രഞ്ജു അമ്പനും പിന്നും അടുക്കുന്നില്ല. അവസാനം രഞ്ജു പറഞ്ഞു, ശരി സമ്മതിച്ചു, പക്ഷെ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങളുടെ വിവാഹം നടത്തി തരണം, പറ്റുമോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ഗീതു ഗോവിന്ദനെ നോക്കിയിട്ട് കണ്ണടച്ച് കാണിക്കും മതിയെന്ന് പറയാൻ. ശരി, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പൊ അമ്മയുടെ ഒപ്പം പോവാന്ന് പറയണം. അങ്ങനെ ആ ഒരു തീരുമാനത്തിൽ എത്തുവാണ്. പക്ഷെ അവരങ്ങനെ പോയി കഴിഞ്ഞാലും ഗോവിന്ദനോട് വല്ലാത്ത ടെൻഷനായിരുന്നു. എന്തായി തീരും എങ്ങനെയായി തീരും എന്നറിയത്തില്ല. വിജയലക്ഷ്മിക്ക് അതിനേക്കാളും വലിയ ടെൻഷൻ. ഒരു മാസം എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് കഴിഞ്ഞു പോകും. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാൻ പറ്റില്ല. അവർ നിയമപരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. പോകുന്ന വഴിക്ക് ഗീത ഗോവിന്ദനെ ആശ്വസിപ്പിച്ച്, സാരമില്ല, എന്തായാലും ദയവായിട്ട് എന്തെങ്കിലും വഴി ഉണ്ടാക്കി തരുമായിരിക്കും. ഇനിയിപ്പോ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ ഒന്നും അടിക്കണ്ടെന്ന് പറയണം. പിന്നീട് അവര് വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും രാധികാമ്മ വരുന്നുണ്ടായിരുന്നു. ഗോവിന്ദനെ കണ്ടു ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ? മറ്റേ ഗീതുവിന്റെ അച്ഛനെ കുറിച്ചുള്ള വേറെ വിവരങ്ങളൊക്കെ കിട്ടിയെന്ന് ചോദിക്കുക. കാരണം അതറിയാൻ ആകാംക്ഷ ഉണ്ടായിരുന്നു രാധികാമ്മയ്ക്ക്. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും കിട്ടിയില്ല രാധികാമ്മ എന്ന് പറയണം. പെട്ടെന്ന് വരും പറഞ്ഞു, ഒന്നെങ്കിൽ എവിടെയായാലും ഫിറ്റായി കിടന്നിട്ട് ആരെങ്കിലും മിക്കവാറും തല്ലി കൊന്ന് കാണുമായിരിക്കും എന്ന് പറയാം. ഇത് കേട്ടാൻ ഗീത രൂക്ഷമായിട്ട് നോക്കുകയാണ് വരണേ. ഗോവെന്ന് പറഞ്ഞു, വരണേ, നീ ആരെക്കുറിച്ചാ പറയണെന്ന് നിനക്ക് ഓർമ്മ വേണം. നീ പറയണേ ഗീതുവിന്റെ അച്ഛനെ കുറിച്ചാ. നിനക്ക് ആ ഒരു ബോധം വേണം. എത്ര കുളരിതാത്തവരാണെങ്കിലും ഗീതുവിന്റെ അച്ഛനാ അദ്ദേഹം. അതുകൊണ്ട് ആ സ്നേഹം ഒക്കെ എപ്പോഴും ഗീതുവിന്റെ മനസ്സിലുണ്ടാവും. പിന്നെ പറയുന്ന വാക്കുകളൊക്കെ സൂക്ഷിച്ചു വേണം എന്ന് പറയണം. കേട്ട് രാധിക പറഞ്ഞു, അറയ്ക്കൽ കുടുംബത്തിനെ ശത്രുവാ ഭദ്രന്. പെട്ടെന്ന് ഗീതുവിനങ്ങ് സകല നിയന്ത്രണം വിട്ടുപോയി. അറയ്ക്കൽ കുടുംബത്തിന് ശത്രുവാണ് ഒരു ഭദ്രൻ. എന്നിട്ടാണോ നിങ്ങള് എന്റെ അച്ഛനെ വിളിച്ചുകൊണ്ട് മാറ്റിയെടുത്ത് അത്ര സംസാരിച്ചോണ്ടിരുന്നേ? സത്യം പറ, എനിക്ക് നല്ല സംശയമുണ്ട് നിങ്ങളാണോ എന്റെ അച്ഛനെ എന്തെങ്കിലും ചെയ്തേന്ന്. ഇത് കേട്ടും രാധിക പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, ഇപ്പൊ പുതിയ പ്ലാനുമായിട്ട് നീ ഇറങ്ങിയിരിക്കണോ? ഇത് ഗീതു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങൾക്ക് എന്താണ് നിന്റെ അച്ഛനെ കുറിച്ച് ഒരു വിവരം അറിയത്തില്ല. അറിഞ്ഞില്ല അറിയണ്ട, പോലീസ് അന്വേഷിച്ചു വന്നോളൂ, അപ്പോഴറിയാന്ന് പറയണം. അത് കേട്ടതും രാധിക, ഓഹോ അങ്ങനെയാണോ? ഇപ്പൊ അങ്ങനെയാണെങ്കിൽ നിന്നെയാണെങ്കിലും ആദ്യം പോലീസ് കൊണ്ടോണ്ടേ? അല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയാസിലൊക്കെ നീ അങ്ങനെ നിറഞ്ഞു നിൽക്കുമല്ലേ എന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോ ഗീത പറഞ്ഞു, അതെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ തെറ്റ് ചെയ്തവരൊക്കെ ഇവിടെ പേടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ബാ കണ്ണേട്ടാന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദന്റെ കയ്യെ പിടിച്ചിട്ട് അങ്ങോട്ട് കയറി പോവാണ്. മുഖത്ത് അടിയേറ്റവല്ലേ രാധികാമ്മയ്ക്കും വരണം. ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. കാരണം ഗീതു ഇങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നൊക്കെ. അപ്പോഴവരങ്ങോട്ട് വരുന്നേ അവരുമായിട്ട് സംസാരിക്കുന്നൊക്കെ, രാധികാമ്മ വരുണുമായിട്ട് സംസാരിക്കുന്നൊക്കെ രേഖ മറിഞ്ഞെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം രേഖ എല്ലാ കാര്യങ്ങളും പിടിച്ചു വെക്കുന്നുണ്ട്. ഇതിന്റെ സത്യസ്ഥിതി എന്താണെന്ന് കണ്ടെത്തണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.